വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. വാങ്കാരി മാതായുടെ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആരാണ് വാങ്കാരി മാതായി, എന്തൊക്കെ പോയിന്റുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ പോയിന്റുകളാണ് എക്സാമിന് പഠിച്ചു പോകേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്നുള്ളതാണ്. ഇത് ഒരു സ്പീച്ച് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ സാപ്ലിംഗ് എന്നുള്ള വേർഡിന്റെ അർത്ഥം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തൈ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഒരു തൈ നടുന്ന സമയത്ത് സൊസൈറ്റിക്ക് എന്ത് മാറ്റങ്ങൾ വരുന്നു, കമ്മ്യൂണിറ്റികൾക്ക് എന്ത് മാറ്റങ്ങൾ വരുന്നു, എൻവയൺമെന്റിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്. ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാങ്കാരി മത്തായി became the first African woman to receive the Nobel Peace Prize. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വുമൻ ആണ് നമ്മുടെ ഒറേറ്റർ ആയിട്ടുള്ള വാങ്കാരി മാതായി എന്ന് പറയുന്നത്. ഈ ഒറേറ്റർ എന്നുള്ള വേർഡിന്റെ അർത്ഥം പ്രാസംഗികൻ, പ്രാസംഗിക എന്നുള്ള അർത്ഥത്തിലാണ് ഒറേറ്റർ എന്നുള്ള വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഷീ അക്സെപ്റ്റഡ് ഇറ്റ് ഓൺ ബിഹാഫ് ഓഫ് കെനിയ, ആഫ്രിക്ക ആൻഡ് ഓൾ വിമൻ ആൻഡ് ഗേൾസ് അറൌണ്ട് ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ കെനിയയിലെയും ആഫ്രിക്കയിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് അവർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നൊബേൽ പീസ് പ്രൈസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഷീ ഹോപ്ഡ് ഹെർ അവാർഡ് വുഡ് ഇൻസ്പയർ വുമൻ ആൻഡ് യങ് ഗേൾസ് ടു ടേക്ക് ലീഡർഷിപ്പ് റോൾസ്. ലോകമെമ്പാടുമുള്ള സ്ത്രീകളും പെൺകുട്ടികളൊക്കെ അല്ലേ അവർ നേതൃത്വ നിരകളിലേക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോളുകളിലേക്ക് കടന്നു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഒരു സ്പീച്ച് അവർ നടത്തുന്നത്. ഇനി അവരുടെ തുടക്കകാലത്തുള്ള ഇൻസ്പിറേഷനെ കുറിച്ചിട്ടാണ് പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ വാങ്കാരി മത്തായി എന്ന് പറയുന്ന ഒരു എൻവയൺമെന്റലിസ്റ്റ് ആണ്, ഒരു എൻവയൺമെന്റലിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം, ഓർ ഒരു സോഷ്യൽ വർക്കർ ആണെന്നും നമുക്ക് പറയാം. ഓക്കെ, സോ അവരെ തുടക്കകാലത്ത് പ്രചോദിപ്പിച്ചിരുന്ന, ഇൻസ്പയർ ചെയ്യിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഹർ ചൈൽഡ്ഹുഡ് ഇൻ റൂറൽ കെനിയ ഇൻസ്പയർഡ് ഹർ ലവ് ഫോർ നേച്ചർ. പ്രകൃതിയോടുള്ള ഒരു ഇഷ്ടം വരുന്നത് എവിടുന്നാണെന്ന് അറിയോ? അത് ചൈൽഡ്ഹുഡ് നിന്നാണ്, കുട്ടിക്കാലത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ഇഷ്ടം വരുന്നത്. ആ കുട്ടിക്കാലം റൂറൽ കെനിയയിൽ വെച്ചിട്ടായിരുന്നു. റൂറൽ കെനിയ കെനിയയുടെ ഒരു ഗ്രാമീണ പ്രദേശത്തിനാണ് റൂറൽ കെനിയ എന്ന് പറയുന്നത്. ഷീ സോ ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് വെച്ചാൽ എന്താ? പൈസക്ക് വേണ്ടിയിട്ട് മാത്രം, പൈസ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്ലാന്റേഷൻസ് ഓർ കൾട്ടിവേഷൻസിനാണ്. അതായത് ഫുഡ് ക്രോപ്സ് ഇല്ലടാ, ഫുഡ് ക്രോപ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള കൾട്ടിവേഷൻസ് ഓർ പ്ലാന്റേഷൻസ് ആണ് ഈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. നമ്മളിപ്പോൾ റബ്ബർ, ഏലം, ചായപ്പൊടി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ക്യാഷ് ക്രോപ്സ് ആണ്. അപ്പോൾ ക്യാഷ് ക്രോപ്സിലൊക്കെ വരുന്നതാണ് ഈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാടുകളൊക്കെ വെട്ടിത്തളിപ്പിക്കുന്നതേ ചെറുപ്പം തൊട്ടേ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഡിസ്ട്രോയിഡ് ദ ബയോഡൈവേഴ്സിറ്റി, റെഡ്യൂസ് ദ വാട്ടർ കൺസർവേഷൻ ആൻഡ് ഹാം ദ എൻവയൺമെന്റ്. ഇതെങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ ബാധിച്ചത് എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, അതായത് ആ പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥയും അതുപോലെ തന്നെ വെള്ളത്തിനെ കൺസേർവ് ചെയ്യാൻ മണ്ണിന്റെ കപ്പാസിറ്റിയൊക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അത് എൻവയൺമെന്റിനെ, പ്രകൃതിയെ ഹാം ചെയ്യിപ്പിച്ചത്, നശിപ്പിച്ചത്. റൂറൽ കെനിയയിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് 1977 അവരൊരു പ്രസ്ഥാനം തുടങ്ങിയത്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഇതൊരു ഇനീഷ്യേറ്റീവ് ആണെന്നും പറയും, ഇതൊരു തുടക്കമാണ് എന്നുള്ള രീതിയിലും നമുക്ക് കാണാവുന്നതാണ്. ഇനീഷ്യേറ്റീവ് എന്നും നമുക്ക് ഇതിനെ പറയാം. സോ ദ മൂവ്മെന്റ് ബിഗാൻ ഇൻ റെസ്പോൺസ് ടു റൂറൽ വിമൻസ് നീഡ് ഫയർവുഡ്, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഇൻകം. ഇത് ആദ്യം അഡ്രസ് ചെയ്തത്, അതായത് ആദ്യം ഇത് ഈ ഒരു ഇനീഷ്യേറ്റീവ്, ഈ ഒരു തുടക്കം പരിഹരിക്കാൻ ശ്രമിച്ചതല്ലേ അവിടുത്തെ ഗ്രാമീണ സ്ത്രീകളുടെ പ്രശ്നങ്ങളെയാണ്. അവർക്ക് വെള്ളം കിട്ടാത്തതിൻ്റെയും വിറക് കിട്ടാത്തതിൻ്റെയും ഭക്ഷണം കിട്ടാത്തതിൻ്റെയും അവർക്ക് ഷെൽട്ടർ ഇല്ലാത്തതിൻ്റെയും അവർക്ക് പ്രോപ്പറായിട്ട് ഒരു വരുമാനം ഇല്ലാത്തതൊക്കെയാണ് ആദ്യം അവർ അഡ്രസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. വിമൻ being caretakers and farmers were first to notice environmental damage. നമ്മൾ ആഫ്രിക്ക പോലുള്ള കെനിയ പോലുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൈമറി കെയർ ടേക്കേഴ്സ്, അവിടുത്തെ കുടുംബങ്ങളും കുടുംബത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഡീൽ ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു. അപ്പൊ സ്ത്രീകളായിരുന്നു പ്രകൃതിക്ക്, എൻവയൺമെന്റിന് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ടു നോട്ടീസ്, ആദ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എൻവയൺമെന്റൽ ഡിസ്ട്രക്ഷൻസ് മെയ്ഡ് ഇറ്റ് ഹാർഡ് ഫോർ ഫാമിലീസ് ടു സർവൈവ്. അതുകൊണ്ട് തന്നെ പ്രൈമറി കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ അവിടെ അവർ ലീഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഫാമിലികളൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള എൻവയൺമെന്റൽ ഡിസ്ട്രക്ഷൻസ്, ഈ ഡീഫോറസ്റ്റേഷനും അതുപോലെ കമേഴ്ഷ്യൽ പ്ലാന്റേഷൻസും അതുപോലെ ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് ബാധിച്ചിരുന്നു ഇത്തരം കുടുംബങ്ങളെയായിരുന്നു. സോ ട്രീ പ്ലാന്റിംഗ് ബിക്കെയിം എ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് സൊല്യൂഷൻ. ഇതിനെല്ലാത്തിനുള്ള ഒരു പ്രശ്ന പരിഹാരമായിട്ട് നമ്മുടെ വാങ്കാരി മത്തായി അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇനീഷ്യേറ്റീവ്, ഈ ഒരു പ്രസ്ഥാനം അവർ ആദ്യമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രീ പ്ലാന്റിംഗ് എന്നുള്ളതായിരുന്നു. സോ ട്രീ പ്ലാന്റിംഗ് എങ്ങനെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. സോ ഓവർ
30 million trees were planted. ഏകദേശം 3 കോടിയോളം മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ട്രീസ് പ്രൊവൈഡഡ് ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഇൻകം. അവർക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? അതൊരു ഫ്യൂവലായിട്ടും ഭക്ഷണമായിട്ടും അവർക്കൊരു ഷെൽട്ടർ ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ഇൻകം പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇത് സഹായിച്ചു എന്ന് ഇവിടെ പറയുന്നു. ഇറ്റ് ഓൾസോ ക്രിയേറ്റഡ് ജോബ്സ് ആൻഡ് ഇംപ്രൂവ്ഡ് സോയിൽ ആൻഡ് വാട്ടർ സിസ്റ്റം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു മണ്ണിന് വാട്ടർ കൺസേർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ സിസ്റ്റം ഡാമേജ്ഡ് ആയിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ട്രീ പ്ലാന്റിങ്ങിലൂടെ ഒരു പരിധിവരെ അവർ പരിഹരിച്ചു. പീപ്പിൾ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ലിങ്ക് ബിറ്റ്വീൻ എൻവയൺമെന്റ്, പോവർട്ടി ആൻഡ് പീസ്. പ്രകൃതിയും സമാധാനവും പോവർട്ടിയും ദാരിദ്ര്യവും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്കിനെ കുറിച്ചിട്ട് ആളുകൾ തിരിച്ചറിയുന്നതും ഇതുപോലെ തന്നെ ട്രീ പ്ലാന്റിങ്ങിലുള്ള എഫക്റ്റിലൂടെയാണ്. ഈ എൻവയൺമെന്റിന്റെ ഡാമേജ് തന്നെ പോവർട്ടിക്കും സമാധാനക്കേടിനൊക്കെ നയിച്ചേക്കാം എന്നുള്ള ഒരു കാര്യം ആ നാട്ടിലുള്ള ആളുകളും തിരിച്ചറിയുന്നത്. സോ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ട്രീ എന്നൊക്കെ പറയുന്നതിലെ അതൊരു സിമ്പിൾ ആയിട്ട് മാറി, ഒരു ചിഹ്നമായിട്ട് മാറി. എന്തിൻ്റെയൊക്കെ ചിഹ്നം? ട്രീ പ്ലാന്റിംഗ് ഓർ ദ ട്രീ ബിക്കെയിം ദ സിമ്പിൾ ഓഫ് ഡെമോക്രസി, പീസ് ആൻഡ് യൂണിറ്റി ഇൻ കെനിയ. കെനിയയിലെ അവിടുത്തെ ജനാധിപത്യവും സമാധാനവും യൂണിറ്റി, ഐക്യമൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് മാറി, അതിൻ്റെയൊക്കെ ഒരു ചിഹ്നമായിട്ട് മാറി ഈ മരങ്ങൾ എന്ന് പറയുന്നത്. സിറ്റിസൺസ് used it to stand against corruption and environmental destructions. അതായത് പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള ഡാമേജുകളും കറപ്ഷൻ, ആ നാട്ടിലുണ്ടായിരുന്ന അഴിമതികൾക്കെതിരെയായിട്ട് ആളുകൾ സ്റ്റാൻഡ് ചെയ്യാൻ, ആളുകൾ ഒരുമിച്ച് ചേരാൻ അവർ പ്രചോദിപ്പിച്ച ഒരു ചിഹ്നവും കൂടിയായിരുന്നു ഈ ട്രീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരങ്ങൾ എന്ന് പറയുന്നത്. Okay. It was also used for peace and conflict resolution during ethnic tension. Ethnic tension എന്ന് വെച്ചാൽ എന്താ? അവിടെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളാണെന്നെങ്കിലും അവിടുത്തെ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ തനതായ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്. ആ കമ്മ്യൂണിറ്റികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എത്നിക് ടെൻഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സമാധാനം ഊട്ടിയുറപ്പിക്കാനും കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാൻ, അത് പരിഹരിക്കാനും ഈ മരങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് അതിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. This idea connects with African traditions like the Kikuyu Thigi tree used to make peace. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പണ്ട് കാലത്തെ ആഫ്രിക്കൻ ട്രഡീഷൻ ആയിരുന്നു, അത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടിയായിരുന്നു ഈ മരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ആ മരത്തിന്റെ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കിക്കുയു തിഗി ട്രീ എന്നാണ് നമ്മളത് വിളിക്കേണ്ടത് കേട്ടോ. ഇനി ഈ ഒരു സ്പീച്ചിൽ നിന്ന് ഹ്യൂമാനിറ്റിക്ക്, മനുഷ്യത്വത്തിന് മൊത്തമായിട്ട് എന്തൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് നോക്കുന്നത്. ഡിസ്പൈറ്റ് പ്രോഗ്രസ്, എൻവയൺമെന്റൽ ഡിസ്ട്രക്ഷൻ സ്റ്റിൽ കണ്ടിന്യൂസ്. നമ്മുടെ ലോകമെമ്പാട് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും പുരോഗതിയുടെ കേസിലാണെങ്കിലും അത് ഒരുപാട് മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിലും എൻവയൺമെന്റൽ ഡിസ്ട്രക്ഷൻസ്, പ്രകൃതിക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റി മസ്റ്റ് ചേഞ്ച് ഇറ്റ്സ് തിങ്കിങ് ആൻഡ് പ്രൊട്ടക്ട് ദ എർത്ത്. നമ്മുടെ ഹോം ആയിട്ടുള്ള, നമ്മുടെ വീടായിട്ടുള്ള എർത്തിനെ, ഭൂമിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, എന്ത് വില കൊടുത്തിട്ടും. അതുപോലെ തന്നെ നമ്മൾ തിങ്കിങ്ങിൽ, നമ്മുടെ ചിന്തകളിലും നമ്മൾ ആ ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ഇവിടെ പറയുന്നത്. വി മസ്റ്റ് ഹീൽ നേച്ചർ ആൻഡ് ഇൻ ഡൂയിങ് സോ ഹീൽ അവർ സെൽസ്. നമ്മളെ തന്നെ ഹീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ, നമ്മുടെ മുറിവുകൾ ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രകൃതിയുടെ മുറിവുകൾ ഉണങ്ങണം എന്നിവിടെ പറയുന്നു. ട്രൂ പീസ് നീഡ്സ് ഫെയർ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി ആൻഡ് സസ്റ്റൈനബിൾ എൻവയൺമെന്റൽ കെയർ. അതായത് സമാധാനം ഈ ലോകത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നാ? ഫെയർ ഡെവലപ്മെന്റ്, അതായത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പുരോഗതിയും അതുപോലെ തന്നെ ഡെമോക്രസി, ജനാധിപത്യവും, സസ്റ്റൈനബിൾ എൻവയൺമെന്റൽ കെയർ, അതായത് ഈ പ്രകൃതി നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പുരോഗതി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്നാണ് വോങ്കാരി മത്തായി ഇവിടെ പറയുന്നത്. സോ ദ ടൈം ഹാസ് കം ഫോർ എ ന്യൂ ഗ്ലോബൽ കോൺഷ്യസ്നെസ്. ഗ്ലോബൽ കോൺഷ്യസ്നെസ് എന്താ? ആഗോള തലത്തിലല്ലേ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടതിന്റെ, നമ്മുടെ ബോധതലം തന്നെ മാറേണ്ടിയിരിക്കുന്നു. ആഗോള തലത്തിൽ നമ്മൾ പ്രകൃതിയെ കൺസേർവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പിന്നീട് വോങ്കാരി മത്തായി പറയുന്നത്. ഇനി അവസാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വോങ്കാരി മത്തായി ലോകമെമ്പാടുമുള്ള ആളുകളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള ആളുകളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നു, വേൾഡ് ലീഡേഴ്സിനോട് പറയുന്നതാണ്, വേൾഡ് ലീഡേഴ്സ് ഷുഡ് ക്രിയേറ്റ് ഫെയർ ആൻഡ് ഡെമോക്രാറ്റിക് സൊസൈറ്റീസ് ദാറ്റ് സപ്പോർട്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് ജസ്റ്റിസ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റിസ്, നീതിപൂർണമായിട്ടുള്ള സൊല്യൂഷൻസിനെയും നീതിപൂർണമായിട്ടുള്ള ഔട്ട്ലുക്കിനെയും പെർസ്പെക്റ്റീവിനെയും ഒക്കെ വേൾഡ് ലീഡേഴ്സ്, ലോകമെമ്പാടുമുള്ള നേതാക്കൾ വെൽക്കം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സാമൂഹിക സ്ഥിതി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. Young people should engage in meaningful work for a sustainable future. Sustainable എന്നുള്ള വേർഡിന്റെ അർത്ഥമല്ലേ നിലനിൽപ്പ് എന്നുള്ളതാണ്, നിലനിൽപ്പ്. അപ്പൊ പ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയും നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫ്യൂച്ചറിനെ കെട്ടിപ്പടുക്കാൻ യങ് പീപ്പിൾ, പുതുതലമുറയും അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളിൽ എൻഗേജ് ചെയ്യണം എന്നിവിടെ പറയുന്നു. ദി ആർ ദ ഹോപ്പ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. ഈ ഒരു ലോകത്തിന്റെ, നമ്മുടെ ഫ്യൂച്ചറിന്റെ, നമ്മുടെ ഭാവിയുടെ
ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഈ യങ് പീപ്പിൾ എന്ന് പറയുന്നതും ഈ ഒരു സ്പീച്ചിന്റെ അവസാന ഭാഗത്തിലേക്കാണ്. ഈ അവസാന ഭാഗത്തിൽ നിന്ന് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്പീച്ചിൽ അവരൊരു പേഴ്സണൽ റിഫ്ലക്ഷൻ പറയുന്നുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ അവരുടെ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള ചെറിയൊരു ഓർമ്മ നമ്മളോട് ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ആസ് എ ചൈൽഡ് ഷീ ഫെച്ച്ഡ് ക്ലീൻ വാട്ടർ ഫ്രം നിയർ ബൈ സ്ട്രീം. അടുത്തുണ്ടായിരുന്ന ഒരു അരുവിയിൽ നിന്നായിരുന്നു അവർ കുടിക്കാനുള്ള ശുദ്ധജലം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ ദ ഇയേഴ്സ് ദ സ്ട്രീം ഡ്രൈഡ് അപ്പ് ഡ്യൂ ടു എൻവയൺമെന്റൽ ഡാമേജ്. വർഷങ്ങൾ മുന്നിലേക്ക് പോകുന്തോറും ഇല്ലേ ഒരു സ്ട്രീം ആ ഒരു അരുവി വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ടുഡേ പീപ്പിൾ വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഫോർ ഡേർട്ടി വാട്ടർ ആൻഡ് ചിൽഡ്രൻ കാൻ സീ ദ ബ്യൂട്ടി ഷീ വൺസ് ഡിഡ്. അതായത് അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള സ്ട്രീം ഇപ്പൊ ഇല്ല, അത് ഡ്രൈഡ് അപ്പ് ആയി പോയി. അപ്പൊ ആളുകൾക്ക് ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ്, ഒരുപാട് ദൂരം നടന്നെങ്കിൽ മാത്രമേ അവിടെ ഈ ചളി പുരണ്ട ആകെ വൃത്തികെട്ട ഈ ഒരു ഡേർട്ടി വാട്ടറെങ്കിലും കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കാണാനുള്ള അവസരം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ഒരു സ്വപ്നത്തിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. റീസ്റ്റോർ നേച്ചർ സോ ചിൽഡ്രൻ ക്യാൻ അഗെയിൻ എൻജോയ് ദ വേൾഡ്സ് ബ്യൂട്ടി ആൻഡ് വണ്ടർ. ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു അത്ഭുതവും ഭംഗിയും ഒക്കെ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മാറണം. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കണം എന്നൊക്കെയാണ് അവസാന ഭാഗത്ത്, ഈ ഒരു സ്പീച്ചിന്റെ അവസാന ഭാഗത്ത് വോങ്കാരി മാതായി പറയുന്നത്. സോ വോങ്കാരി മാതായുടെ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ടത്. ഇതുപോലെ തന്നെ വേറെ ഒരു ചാപ്റ്ററും നമ്മൾ ഇതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യുന്നതായിരിക്കും വേറെ ഒരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.